ഈ സെക്ഷനിൽ വിൽ ബി ലുക്കിംഗ് ടു ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. ഇതിൽ ഫസ്റ്റ് വണ്ണിന് വേണ്ടി വിൽ കൺസിഡർ ലൈറ്റ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ആൻഡ് വെയ്റ്റ്ലെസ് പുള്ളി ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതൊരു സ്മൂത്ത് ആൻഡ് വെയ്റ്റ്ലെസ് പുള്ളിയാണ്. അതിൻ്റെ പുറത്തുകൂടി സ്ട്രിങ്, അതിൻ്റെ ലൈറ്റും ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്ങും, ആ സ്ട്രിങ്ങിൻ്റെ രണ്ട് അറ്റത്തായിട്ട് വെയ്റ്റ് W1ഉം W2 നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലോ? അപ്പോൾ ലെറ്റ് W1, ദിസ് വെയ്റ്റ് W1 വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു W2 നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും, ലെറ്റ് T be the tension of this string. Clear? Let T be the tension, A be the acceleration of these bodies. We'll consider let A be the acceleration of these bodies. Clear? We'll assume that when W1 will be moving in the downward direction and W2 will be moving in the upward direction. Now we'll consider the dynamic equilibrium of this and find out the expression for T and A in terms of W1, W2 and G, where G is the acceleration due to gravity. First one, we'll consider motion of block W1. അപ്പോൾ ബ്ലോക്ക് W1 നമ്മൾ വരച്ചു. അതിൻ്റെ വെയിറ്റ് എന്താണ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നതാവുക. അതുപോലെ തന്നെ ഈ കേബിളിലെ ടെൻഷൻ എന്തായിരിക്കും, വിൽ ബി ആക്ട് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ മോഷൻ എന്താണ്, ഈസിൻ്റെ ഡൗൺവേർഡ് ഡയറക്ഷൻ വിത്ത് ആൻ ആക്സിലറേഷൻ. അപ്പോൾ നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് ഡൗൺവേർഡ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്താണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് വിൽ ബി W1 - T. Net force in the direction of motion will be equal to sigma F is equal to W1 - T. നമ്മൾ ഇതിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും, നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ദാറ്റ് ഈസ് സിഗ്മ F is equal to m into a, where m is the mass of this weight W1. So we'll have upon sigma F in W1 - T substitute ചെയ്യുമ്പോൾ mass will be W1 by G into a. That be our equation number 1. Now we'll consider motion of block W2. W2 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇതിൻ്റെ മോഷൻ എന്താണ്, ഈസിൻ്റെ അപ്വേർഡ് ഡയറക്ഷൻ വിത്ത് ആൻ ആക്സിലറേഷൻ. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, ടെൻഷൻ ടീൻ്റെ കേബിൾ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, അതുപോലെ ഇതിൻ്റെ വെയിറ്റ് എന്താണ്, ഇതിൻ്റെ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ നൗ വിൽ കൺസിഡർ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. നോക്കുകയാണെങ്കിൽ ഇവിടെ മോഷൻ എന്താണ്, അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ വിൽ ബി T - W2. ക്ലിയർ? അപ്പോൾ ഏത് ഡയറക്ഷനാണ് മോഷൻ നടക്കുന്നത് ആ സൈഡ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം, T - W2 വരും. അപ്പോൾ again apply Newton's second law, we will get എന്താണ്, sigma F is equal to m. Sigma F is എന്താ, T - W2. m പറഞ്ഞാൽ ഇവിടെ മാസ് എന്താണ്, W2 by G. ക്ലിയർ? ഇൻറ്റു a. This is our equation number 1. Equation number 2. Equation number 1 ഉണ്ട്, 2 ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ സൈമിൾട്ടേനിയസ്ലി സോൾവ് ചെയ്താൽ we can get the expression for T and A. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് we can eliminate this T. അപ്പോൾ 1 + 2 will get എന്താണ്, W1 - W2 will be equal to A by G into W1 plus W2. The rearrange we can get the expression for acceleration as A is equal to G into W1 - W2 by W1 plus W2. Clear? This value we will be substituting either in equation 1 or 2, we can get the value of T. 2 will substitute T will be equal to W2 by G into A minus plus W1. Clear? Sorry, plus W2. But rearrange we can get the expression for tension as 2 into W1 W2 by W1 plus W2. This is the expression for acceleration due to gravity and T for a body, two bodies connected by an extensible string over a smooth pulley. അപ്പോൾ ഈ നേരത്തെ തന്ന ഫിഗർ പോലത്തെ ഒരു ഇതാണെങ്കിൽ നമുക്ക് എന്താ, we can directly use these two expressions to find out acceleration and tension. Now we will consider second type of connected body motion. അതിന് വേണ്ടി എന്താണ്, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ two connected bodies connected by a string when a body is lying on a horizontal surface. ഒരു ബോഡി എന്താണ്, horizontal surface ലൈ ചെയ്യുന്നു, and the other is hanging free as shown in figure. ക്ലിയർ അല്ലോ? ഇതുപോലെ അതുപോലെ തന്നെ ഈ horizontal surface എന്താണ്, സ്മൂത്ത് സർഫസ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ രീതിയിലുള്ള സിറ്റുവേഷനാണ് നമ്മൾ നോക്കുക. ക്ലിയർ അല്ലോ? ലെറ്റ് W1 and W2 be the two weights connected by a light inflexible string passing over a smooth pulley as shown in figure. ക്ലിയർ അല്ലോ? ഈ സ്മൂത്ത് സർഫസ്, സോ ഇവിടെ എന്താണ്, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണ്. നമ്മൾ will assume that WT is placed on a smooth horizontal surface and moving on the horizontal surface. ഈ സ്മൂത്ത് സർഫസിൽ കൂടെ മൂവ് ചെയ്യാണ്. ക്ലിയർ? W2 എന്താണ്, W1 എന്തായിരിക്കും, ഗ്രാവിറ്റി കൊണ്ട് മൂവ് ചെയ്യും. W1 is hanging free and moving downwards. W1 എന്താ, due to gravity it will എന്താണ്, move in the downward direction. അപ്പോൾ W1 താഴോട്ടേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, W2 will be moving towards right. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഡൈനാമിക് ഇക്വേഷൻ കൺസിഡർ ചെയ്ത് വിൽ ഫൈൻഡ് ഔട്ട് ദി എക്സ്പ്രഷൻ ഫോർ T and A ആക്സിലറേഷൻ. ക്ലിയർ ആണോ?
അപ്പോൾ ലെറ്റ് ടി ബി യുടെ ടെൻഷൻ ഓൺ ദി സ്ട്രിങ് ആൻഡ് എ ബി ദി ആക്സിലറേഷൻ ഓഫ് വെയിറ്റ് W1 and W2 നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്താ വിൽ കൺസിഡർ ദ മോഷൻ ഓഫ് വെയിറ്റ് W1. W1 നമ്മൾ വരച്ചു. അതിൻ്റെ മോഷൻ എങ്ങോട്ടേക്കാണ്? ഡ്യൂ ടു ഗ്രാവിറ്റി ഇറ്റ് വിൽ മൂവ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. അതിൻ്റെ നോക്കുമ്പോൾ എന്താണ്? അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന ടെൻഷൻ എന്തായിരിക്കും? കേബിളിൻ്റെ ടെൻഷൻ എന്തായിരിക്കും? വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്തായിരിക്കും? സിഗ്മ എഫ് ഈക്വൽ ടു W1 മൈനസ് ടി. ക്ലിയർ അല്ലേ? W1 മൈനസ് ടി. അപ്പോൾ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? സിഗ്മ എഫ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ W1 മൈനസ് ടി വിൽ ബി ഈക്വൽ ടു മാസ് എന്താണ്? ഇവിടുത്തെ മാസ് എന്താ? W1 by g into a. That be our equation number 1. Now we will consider the equilibrium second body W2. അപ്പോൾ W2 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇതിലെന്താണ്? നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ഇതിൻ്റെ മോഷൻ ആണ് ടുവേർഡ്സ് റൈറ്റ് ആണ്. ക്ലിയർ അല്ല? അപ്പോൾ ലാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ടി എന്താണ്? ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വേറെ എല്ലാ ഫോഴ്സും ഉണ്ടാവും. ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ വേറൊരു ഫോഴ്സ് ഇല്ല. വെയിറ്റ് എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അതുപോലെ റിയാക്ഷനും വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ വേറെ ഫോഴ്സസ് ഒന്നുമില്ല. ഓൺലി ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ വിൽ ബി ഈക്വൽ ടു സിഗ്മ എഫ് ഈക്വൽ ടു ടി. അപ്പോൾ നമ്മളെന്താ ഇതിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? സിഗ്മ എഫ് ഈക്വൽ ടു എം. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു എം. ഇവിടുത്തെ മാസ് എന്താണ്? വെയിറ്റ് ഓഫ് ദിസ് ബോഡി ഈസ് W2. അപ്പോൾ W2 by g. T will be here, W2 by g will be here. Clear? അപ്പോൾ എന്താ? We can get two expression 1 and 2. അപ്പോൾ ഇത് രണ്ടും കൂടി simultaneously solve ചെയ്താൽ we can get എന്താണ്? Get the expression of acceleration A and tension T. Clear? അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടി ഇക്വേഷൻ നമ്പർ 1 and 2 കൂടി ആഡ് ചെയ്താൽ we can eliminate T and we can get the expression for A to be g into W1 by W1 plus W2. Clear? Now what is T? T എന്താണ്? ഇതിൽ ഈ എയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടി വിൽ ബി W1 W2 by W1 plus W2. അപ്പോൾ ഒരു ഈ നേരത്തെ കാണിച്ച ഫിഗർ പോലത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി എന്താ എയും ടിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Now we'll move into third type of connected body motion. ക്ലിയർ? ഇവിടെ എന്താ വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് സ്മൂത്ത് സർഫസ് ഒരു റഫ് സർഫസിലാണ് വെച്ചിരിക്കുന്നത്. സോ ഫ്രിക്ഷൻ ഫോഴ്സ് കൂടി എന്താ വെച്ചാൽ ഇതിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സിറ്റുവേഷൻ നേരത്തെ കൺസിഡർ ചെയ്താൽ എന്താ? സ്മൂത്ത് സർഫസിനാണോ റഫ് സർഫസ് ആണ്. അപ്പോൾ എന്താ പറയുക? ഫ്രിക്ഷൻ ഫോഴ്സ് കൂടി വരും. ഫ്രിക്ഷൻ ഫോഴ്സ് എന്താ? അപ്പോൾ ഈ ബോഡിയുടെ മാത്രം ഫ്രീ ബോഡിയുടെ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? വെയിറ്റ് താഴോട്ടേക്കും റിയാക്ഷൻ R2 എന്തായിരിക്കും? ഈ റഫ് സർഫസ് ഈ ബോഡിയിലേക്ക് എക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ R2 എന്തായിരിക്കും? വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ. അപ്പോൾ ഇതിൻ്റെ സിഗ്മ എഫ് എടുക്കുമ്പോൾ എന്തായിരിക്കും? R2 minus W2 will be equal to 0. So and R2 will be equal to W2. Now friction എന്താണ്? ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണ്? mu into അല്ല mu into normal reaction, that is mu into R2. അപ്പോൾ mu into R2 എന്താണ്? W2. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് will be mu into W2, where mu is the coefficient of friction. Now let mu be the coefficient of friction, A is the acceleration of the system, T tension in the string, R2 will be a normal reaction on the rough horizontal surface, which will be equal to nothing but W2, and therefore friction force എന്തായിരിക്കും? mu into R2, which will be mu into W2 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് അറിയാവുന്ന കേസസ്. Now we'll assume that എന്താണ്? W1 will be moving in the downward direction assume ചെയ്യാം. Clear? And consider motion of weight W1. W1 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതിൻ്റെ മോഷൻ എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ വിത്ത് ആൻ ആക്സിലറേഷൻ A നമ്മൾ അസ്യൂം ചെയ്തു. ഇതിൻ്റെ ടെൻഷൻ എന്തായിരിക്കും? ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന കേബിളിലെ ടെൻഷൻ വിൽ ബി ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷനും, അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്താണ്? വിൽ ബി ആക്ടിങ് ഇൻ ദ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഈ മോഷൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് അതിൻ്റെ സെയിം ഡയറക്ഷനിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പം നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ പോസിറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് വിൽ ബി W1 minus T. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്തായിരിക്കും? സിഗ്മ എഫ് ഈക്വൽ ടു എം ഇൻ ടി. ദാറ്റ് ഈസ് W1 minus T will be equal to, ഇവിടെ മാസ് എന്താണ്? W1 by g. W1 g into A. That be our question number 1. Now we'll consider motion of this one, second body. Second body നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതിൻ്റെ മോഷൻ എന്തായിരിക്കും? ഇത് താഴോട്ടേക്ക് പോകുമ്പോൾ ദിസ് വിൽ മൂവിങ് റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഒന്ന് ഈ ടെൻഷനും പിന്നെ എന്താ? ഈ ഫ്രിക്ഷൻ ഫോഴ്സ് മാത്രമേ ഉണ്ടാവും. ഡയറക്ഷൻ ഓഫ് മോഷനുള്ള രണ്ട് ഫോഴ്സ് എന്താണ്? ഈ ടിയും പിന്നെ ഈ ഫ്രിക്ഷൻ ഫോഴ്സും. ഈ W2 ഉം R2 എന്താണ്? മോഷൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരുന്നു, നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. Now we'll consider motion of weight W2. W2 നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ മോഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ് വിത്ത് ആക്സിലറേഷൻ A. നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ നോക്കുമ്പോൾ തന്നെ ഒന്ന് എന്താ? കേബിളിലെ ടെൻഷൻ ടിയും പിന്നെ അതുപോലെ തന്നെ ഇതിലെ ഫ്രിക്ഷൻ ഫോഴ്സ് F ഈക്വൽ ടു mu into W2. അപ്പോൾ നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ നോക്കുകയാണെങ്കിൽ
motion is towards right. അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് പോസിറ്റീവ് എടുക്കുക. അപ്പോൾ ടി മൈനസ് എഫ് വിൽ ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ ടി മൈനസ് മ്യൂ ഇൻറ്റു ഡബ്ല്യു ടു വിൽ ബി ഈക്വൽ ടു 0. ഞാൻ അപ്ലൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്, സിഗ്മ എഫ് ഈക്വൽ ടു എം എ. ഇവിടുത്തെ മാസ് എന്താണ്, W2. അപ്പം വെയിറ്റ് എന്താ W2, അപ്പോൾ മാസ് എന്താണ് W1 ബൈ G, W2 by G. Therefore, T minus mu into W2 will be equal to W2 by G into A. This is our equation number 2. അപ്പോൾ equation 1 ഉം equation 2 കൂടി simultaneously solve ചെയ്താൽ നമുക്ക് എന്താ 1 plus 2 ചെയ്ത് കഴിഞ്ഞാൽ we can eliminate T. So we will get എന്താ rearrange ചെയ്യുമ്പോൾ we can get A to be G into W1 minus mu W2 by W1 plus W2. And ഈ വാല്യൂ എന്താ equation number 2 substitute ചെയ്ത് കഴിഞ്ഞാൽ we can get function to be W1 W2 into 1 plus mu by W1 plus W2. This is the expression for acceleration T for the system as shown in figure in the earlier slide. Clear? അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ഈ 3 സിറ്റുവേഷൻസ് ആണ് ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വരുന്ന പ്രോബ്ലം ആണെങ്കിൽ we can directly use this expression and find out the solution.